അതുപോലെ ഡാൻസ് കളിക്കും, അതുപോലെ കിടന്നുരുളും, ഇങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. പക്ഷേ കുരുതി കഴിയുമ്പോൾ അവർ സാധാരണ രീതിയിലുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാറ്റുണ്ടാവും. അതിര ചോറ്റാനിക്കരമ്മയും കുരുതിയും. ചോറ്റാനിക്കരമ്മയെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഇല്ല. കേരളത്തിലെ വളരെ പ്രശസ്തമായ, ഏറ്റവും കൂടുതൽ വളരെ എന്താ പറയുക, ഭയഭക്തിയോടുകൂടി നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മ ചോറ്റാനിക്കര അല്ലേ. സോ ചോറ്റാനിക്കരയുടെ കുരുതി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. എന്തെങ്കിലും അറിയാമോ? ഇല്ല, ചോറ്റാനിക്കര അമ്മയെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ വർഷത്തിലാണെങ്കിലും വീടുകളിൽ നിന്നൊക്കെ പോവാറുണ്ട്, ചോറ്റാനിക്കര അമ്മയിലേക്ക് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുരുതി സമയത്ത് പോയിട്ടുമില്ല, അതിനെപ്പറ്റി കണ്ടിട്ടുമില്ല. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കുരുതി ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്മയെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് ഭയങ്കര സ്നേഹസ്വരൂപിണിയായിട്ടുള്ള ഒരു ആളല്ലേ. ഈ കുരുതി എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു മറ്റൊരു വെർഷൻ, ഒരു ദുർഗാ വെർഷനൊക്കെ വരുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പവർ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? കേരളത്തിനകത്ത് എല്ലാ ദിവസവും കുരുതി അടക്കുന്ന ഒരേ ഒരു അമ്പലങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര എന്ന് പറയുന്നത്. വളരെ പവർഫുള്ളാണ്. നമ്മളിപ്പോൾ അവിടെ കുരുതിക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് 2030 മാത്രമേ എന്തോ ടൈം സ്ലോട്ട് അവൈലബിലിറ്റി ഉള്ളൂ. 5 വർഷം വരെ എന്തോ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കുരുതിക്ക് പോകുന്ന സമയത്ത് രാത്രി ഒരു 8:30 കുരുതി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ രാത്രിയാണ് എല്ലാ ദിവസവും. ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു ഡിവോഷണൽ, അതിനപ്പുറമായിട്ടൊരു പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷങ്ങൾ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അമ്മയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക, നമുക്ക് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും മാറ്റി തരാൻ കഴിയുന്നതാണ് കുരുതി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ബാധാദോഷം, ശത്രുദോഷം, ഇങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും അമ്മയെ നമ്മൾ അഭയം പ്രാപിച്ചാലും മതി. അമ്മ നമ്മളെ കൈവിടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേർക്ക്, എനിക്ക് വളരെ പരിചയമുള്ള ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്കും അമ്മയെക്കുറിച്ച് പറയാനായിരുന്നാക്കാണ്. ഇന്നിപ്പോൾ നമ്മൾ അഭിജാത എന്താ പറയുക, വളരെ പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് സംസാരിക്കാൻ വന്നത് തന്നെ അല്ലേ. ഒരുപാട് പേരുടെ ബാധാദോഷങ്ങൾ പുറത്ത് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അറിയാൻ കഴിയില്ല. നമ്മൾ അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരിട്ട് പോയി നോക്കൂ. കുരുതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് അടുത്തിരിക്കുന്ന ആൾക്കാർ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. കുരുതി ഒരു പീക്ക് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജിയോ ഒരു ബാധയോ ഉണ്ടെങ്കിൽ അത് പുറത്ത് വരും. പുറത്ത് വരുന്നതെന്ന് പറയുന്നത് വളരെ ആദ്യമായിട്ടൊക്കെ സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. അറിയില്ല, നമ്മളടുത്തിരിക്കുന്ന ഒരാൾ വളരെ പെട്ടെന്ന് വിളിക്കുന്നു, പല പല ശബ്ദങ്ങളുണ്ടാക്കുന്നു, പല രീതിയിൽ ഒച്ചത്തിൽ നിലവിളിക്കുന്നു, മുടി അഴിച്ചിട്ട് പുറത്തേക്ക് തലയിട്ടിങ്ങനെ കുലുക്കുന്നു, തലയിട്ടാട്ടുന്നു, ശരീരം പൂർണ്ണമായിട്ടും എന്താ പറയുക പല രീതിയിൽ ചലിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് വളരെ കൗതുകമായിരിക്കും, പേടിയായിരിക്കും, ചിലപ്പോൾ അടിക്കും, ഒന്നും അറിയില്ല, ഭയങ്കര ഒച്ചത്തിലായിരിക്കും നിലവിളിക്കുക, അതുപോലെ ഡാൻസ് കളിക്കും, അതുപോലെ കിടന്നുരുളും, ഇങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. പക്ഷേ കുരുതി കഴിയുമ്പോൾ അവർ സാധാരണ രീതിയിലുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതായത് അമ്മയുടെ ചൈതന്യം അവിടെ കാണാൻ പറ്റും. കുരുതി സമയങ്ങളിൽ നമ്മൾ ചോറ്റാനിക്കര സ്ഥിരം പോകുന്ന ഒരാൾ വളരെ അത്യാവശ്യം ഒരു ഡിവോഷണൽ രീതിയിൽ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന ആളാണെങ്കിൽ അവർക്ക് അമ്മയുടെ പ്രസൻസ് കാണാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതായത് കുരുതി വളരെ പീക്ക് ലെവലിൽ പോകുന്ന സമയത്ത് മുകളിലത്തെ അവിടെ ഒരു ആൽമരമുണ്ട്, പുറമേ മരത്തിൻ്റെ ഈ ചില്ലകൾ ഭയങ്കര അതിശക്തമായിട്ട് ആടുന്നത് കാണാൻ പറ്റും. അതായത് ഈ ഒരു എനർജി സോഴ്സ് വരുന്ന സമയത്ത് മരച്ചില്ലകൾക്കുണ്ടാവുന്ന എന്താ പറയുക ഒരു വേറൊരു രീതിയിലുള്ള ഒരു ചലനങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാറ്റുണ്ടാവും. അത് ഈ എനർജി ഉണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ പലരും പല രീതിയിലുള്ള ഇൻഡിക്കേഷൻസാണ് പറയുന്നത്. പെട്ടെന്നൊരു കാറ്റടിക്കും. അതെ അതെ അതെ. എസ്പെഷ്യലി ചോറ്റാനിക്കര നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പോയി കാണുകയാണെങ്കിൽ അതിൻ്റെ പവർ അറിയാൻ പറ്റും. ദേവിയുടെ ചൈതന്യം അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒരിക്കൽ പോയവരെ വീണ്ടും വീണ്ടും അങ്ങോട്ട് ആകർഷിക്കുന്ന എന്തോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന്, ഇത് ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. കാരണം ചോറ്റാനിക്കര അമ്മയുടെ കുരുതി കാണുക എന്നൊക്കെ പറയുന്നത് കുറേ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. 2, അവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പം കുരുതിക്ക് നമുക്ക് പൂർണ്ണമായിട്ടും പങ്കെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ നമ്മൾ എത്തുന്ന സമയത്ത് കുരുതി സ്റ്റാർട്ട് ചെയ്യാം,
നേരത്തെ പോയിരുന്ന് കുരുതി കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബോഡി ഒരു പ്യുവർ ക്ലെൻസിങ് പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി, നമ്മളിപ്പോൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നു, നമ്മളിവിടെ സംസാരിക്കുന്ന ഇവിടെ തന്നെ ഒരുപാട് എനർജീസ് ഉണ്ട്. അല്ല, നല്ല എനർജീസ് സ്വാഭാവികമായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പെർമിഷൻസ് ഇല്ലാതെ നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജീസും നെഗറ്റീവ് വൈബ്സും വന്ന് കയറാറുണ്ട്, അറിയില്ല. അപ്പോൾ ഇതെല്ലാം ചില ആൾക്കാർക്ക് ബാധാദോഷം എന്ന രീതിയിൽ പല സംഭവങ്ങളും വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ പൂർണ്ണ സൊല്യൂഷൻ, പൂർണ്ണ പരിഹാരം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മ തന്നെയാണ്. ഇത് പലർക്കും അറിയില്ല എന്നുള്ളൊരു രീതിയുണ്ട്. കാരണം അമ്മേനെ കാണാൻ പറ്റും എന്നൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ആശീർവാദം എന്ന രീതിയിലേക്കാണ് പലരും ചോറ്റാനിക്കരയിലേക്ക് പോകുന്നത്. പിന്നെ ഒരു തവണ പോയത് നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ എൻ്റെ വീടുകളിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മമ്മേൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിൽ സ്ഥിരം ഈ ചോറ്റാനിക്കര അമ്മയിലേക്ക് പോകും, ക്ഷേത്രം ദർശിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവർക്ക് ഒരു ടൈം അല്ലെങ്കിൽ ഇന്ന സമയമൊന്നും ഇല്ല, വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ തോന്നും പോകണമെന്നുള്ള രീതിയിലേക്ക് തോന്നും. അപ്പോൾ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഉള്ളതായിട്ടൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. ഈ അവിടെ മേൽക്കാവും കീഴ്ക്കാവും 2 അമ്പലങ്ങളുണ്ടല്ലോ. മേൽക്കാവിലെ സ്വരൂപം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. കീഴ്ക്കാവിൽ ഭദ്രകാളി രൂപം എന്ന് പറയുന്നത് അമ്മ പൂർണ്ണമായിട്ടും നമ്മളെ എന്താ പറയുക, ശത്രുദോഷം അല്ലെങ്കിൽ ബാധാദോഷം അതിന് പൂർണ്ണമായിട്ടും അമ്മ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ പോയി കഴിയുമ്പോൾ അനുഭവം വളരെ വലുതാണ്. നമ്മുടെ മനസ്സിനുണ്ടാവുന്ന എന്ത് വിഷമങ്ങളും നമ്മുടെ അമ്മയോട് പറയുന്നത് പോലെ ചോറ്റാനിക്കര അമ്മയോട് നമുക്ക് നേരിട്ട് പോയി പറയാൻ പറ്റും. ആ കുരുതി കാണുവാനും കുരുതിയുടെ എന്താ പറയുക പ്രസാദം, കുരുതി കഴിയുമ്പോൾ നമുക്കൊരു കുരുതി തീർത്ഥം കിട്ടും. റെഡ് കളറാണ്, കണ്ടിട്ടുണ്ടോ? അത് മേടിക്കാൻ ഭയങ്കര തിരക്കാണ്. ബോട്ടിൽസിൽ കൊടുക്കാനാണെങ്കിൽ ബോട്ടിൽസ് ആ സമയത്ത് കിട്ടാറില്ല. ആൾക്കാർ ഭയങ്കര തിരക്കാണ്. അതായത് വലിയ ഉരുളിയിലാണല്ലോ കുരുതി ചെയ്യുന്നത്. 3 വലിയ ഉരുളിയിൽ കുരുതി അമ്മയ്ക്ക് നിവേദ്യം കൊടുക്കുന്നു. അതിനുശേഷം ആ പ്രസാദം മേടിക്കാനാണ് ഭയങ്കര തിരക്ക്. ആ പ്രസാദം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പൂർണ്ണമായിട്ടും ക്ലെൻസിങ് പ്രൊസീജിയർ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. സയൻറ്റിഫിക്കലി അതിനകത്ത് എന്താ പറയുക, മഞ്ഞളുണ്ടാകാം, കുങ്കുമമുണ്ടാകാം, പിന്നെ ഒരു ദേവീ ചൈതന്യം. അപ്പോൾ ദേവീ ചൈതന്യം അത് ശരിക്കും പൂർണ്ണമായിട്ടും ക്ലെൻസ് ചെയ്യും. ആൾക്കാർ മേടിച്ച് കൊണ്ടുപോയി വീട്ടിൽ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും. വീട്ടിൻ്റെ എല്ലാ പ്ലേസുകളിലും അത് പൂർണ്ണമായിട്ട് ഇങ്ങനെ തളിക്കാറുണ്ട്. വീട്ടിൽ എവിടെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ അമ്മ പൂർണ്ണമായിട്ടും മാറ്റും എന്നുള്ളതാണ്. ഞാനും എത്രയും പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മതി വരില്ല ചോറ്റാനിക്കര അമ്മയെ പറ്റി. അതിലേറെ നമുക്ക് വിശ്വാസവും സ്നേഹവും പേടിയുമാണ്. അപ്പോൾ ചോറ്റാനിക്കര ഗുരുതി എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ, അതായത് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിലൊന്നാണ്. അതെ 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 അതെ. മാസത്തിൽ ഒരു ദിവസം കഴിയുമെങ്കിൽ അമ്മയെ കാണാൻ ശ്രമിക്കുക. മാസത്തിൽ പോകാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ സൗകര്യം എങ്ങനെയാണോ അമ്മയെ കാണാൻ മാറ്റി വയ്ക്കുന്നത് എന്നുള്ളതാണ്. അമ്മയെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം വളരെ വലുതാണ്.